ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത്. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയുമായിരുന്നേ. അപ്പം ഹസ്ബൻഡിനും ഇന്ന് പൊതിക്ക് ദോശ കേട്ടോ കൊടുത്തു വിട്ടെ, ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ ഞാനിതുപോലെ അതിൻ്റെ ചമ്മന്തി ദോശയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി എടുത്ത് വെള്ളത്തിൽ കുതിർത്തും വെച്ചിട്ട് നേരെ ഞാൻ കയറി അങ്ങ് കുളിച്ച് കേട്ടോ. കാരണം ഇവിടുന്ന് ഭയങ്കര മഴക്കാറാണ്. അപ്പം ഭയങ്കര ചൂടാവും, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയും ഒന്ന് നമുക്ക് ഈ കിച്ചണിൽ നിന്നൊന്ന് ഇറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ. പക്ഷെ നടക്കത്തില്ല, നമുക്ക് എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഏതായാലും കുളിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് കരുതിയത്. അപ്പോൾ പകുതി ഒരു ആശ്വാസം കിട്ടുമല്ലോ. അപ്പം ഞാനിതുപോലെ അരി ഒന്ന് കുതിർത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. അപ്പോൾ വന്നപ്പോഴത്തേനും ഇതുപോലെ ഒന്ന് കുതിർന്നിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു വെന്ത് കിട്ടും കേട്ടോ, നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ ഇതിനകത്തോട്ട് വെച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുമ്പോഴേ. അപ്പം അത് മാത്രമല്ല, ഇച്ചിരി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം താമസിച്ചൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഒന്നെങ്കിൽ നമ്മുടെ സാധാരണ കുക്കറുണ്ടല്ലോ, കുക്കറിലോ വല്ല വാരുന്നിടുന്നത്. ഇന്നിപ്പോൾ പിന്നെ ഗ്യാസ് ലാഭിക്കാമെന്ന് ഓർത്തിട്ട് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടാകുമ്പോഴത്തേനും ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞാലും ഇതിനകത്തോട്ട് വെച്ചാൽ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഏതായാലും അതങ്ങ് കയ്യോടെ ചെയ്ത്. ഇനിയിപ്പം നിന്നാൽ ഇപ്പം തന്നെ സമയം ഒരു 9:15 9:30 ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇതുപോലെ ഞാനിനിയിപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആദ്യക്കുട്ടനും കൊടുത്തായിരുന്നേ. ഇപ്പം ഞാൻ ഇച്ചിരി താമസിച്ച് കഴിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, എനിക്ക് വലിയ കുഴപ്പമില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് കറക്റ്റ് സമയത്തിന് സാധനം ഫുഡൊക്കെ കൊടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. അല്ലെ പിന്നെ അവർ വിശന്നിരിക്കുമല്ലോ രണ്ടുപേരും എന്ന് ഓർക്കുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമോ, നമ്മളാണല്ലോ എല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സമയത്തിന് ചെയ്തൊന്നും കൊടുക്കുന്നില്ലെന്ന് സ്വന്തമായിട്ട് എനിക്കൊരു തോന്നൽ വരും കേട്ടോ. ചില സമയത്ത് പോലെ താമസിച്ച് ഏറ്റിട്ടൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ചിലപ്പോൾ ഞായറാഴ്ച ഒത്തിരി താമസിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമാണ്. എന്നാലും ഞാൻ പിറ്റേ ആഴ്ച അതുപോലൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഒന്നുകൂടെ രാവിലെ നേരത്തെ ഏക്കണം, ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും കേട്ടോ. അതുകൊണ്ട് ഇന്ന് എന്തായാലും കയ്യോടെ ഇവരുടെ കാര്യം രണ്ടുപേർക്കും എല്ലാം സെറ്റാക്കി കൊടുത്തു. രാവിലെ ഹസ്ബൻഡിനാണേലും ദോശ കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് മുട്ടയും പിന്നെ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ദോശയും കൊടുത്തു വിട്ടു. അപ്പോൾ എനിക്കുള്ളതും കൂടെ കയ്യോടെ ചുട്ടിട്ട് ഞാൻ ഇതുപോലെ മാവെല്ലാം ഒന്ന് ഇങ്ങനെ കൈ വെച്ച് ഫുള്ളൊന്ന് തൂത്തെടുത്തിട്ട് ആക്കും കേട്ടോ ഫുൾ. അല്ലെങ്കിൽ അതിൻ്റെ വക്കത്തെല്ലാം അങ്ങ് ഡ്രൈ ആയിട്ട് ഉണങ്ങി പിടിച്ചിരിക്കും ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞാൽ. അപ്പം വേണ്ട അത് നേരെ കയ്യോടെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് ഇനി ഇരുന്നാൽ പുളിച്ചു പോകും. പിന്നെ ഞാൻ വേണ്ട ആദ്യക്കുട്ടൻ്റെ പാത്രത്തിലോട്ട്, അവൻ കഴിച്ചിട്ട് പാത്രം അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിനകത്തോട്ട് തന്നെ അങ്ങ് എടുത്തേ. അപ്പോൾ പറഞ്ഞ പോലെ എന്നാ കഴുകയൊക്കെ ഒരു പാത്രം കഴുകി വെച്ചാൽ മതിയല്ലോ. പിന്നെ അതിനകത്ത് ചമ്മന്തിയൊക്കെ കിടപ്പുണ്ടായിരുന്നു, ആ മുഴുവൻ കഴിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിനകത്ത് അങ്ങ് കഴിച്ചു. പിന്നെ അത് കഴിപ്പെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അതും നേരെ എടുത്ത് റൈസ് കുക്കറിനകത്തോട്ട് അങ്ങ് ആക്കി വെച്ചേ. ഇനിയിപ്പോൾ ചോറിന് കറികളൊന്നും ആയിട്ടില്ല. അപ്പം അതിനിപ്പോൾ എന്നാ വേണമെന്ന് ആലോചിക്കുന്നു. പക്ഷേ എങ്കിലും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഞാനും ആര്യക്കുട്ടനും തന്നെ പകലിവിടെ ഉള്ള ദിവസം ദോശ ഇഡലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതി കേട്ടോ. ഉച്ചയ്ക്കും ഞങ്ങൾ അത് തന്നെ കഴിക്കുവേ. കഴിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ആര്യക്കുട്ടനോട് അവന് കുറച്ച് ഈ ട്രൗസർ മേടിക്കാമെന്ന് ഓർത്ത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഒന്ന് നോക്കുമായിരുന്നേ. പറഞ്ഞ പോലെ അളവ് ഇവനീ പറഞ്ഞ പോലെ സൈസ് ഭയങ്കര കുഞ്ഞായതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. കടയിൽ പോയി നമ്മൾ നേരിട്ട് എടുക്കുമ്പോഴത്തേനും നോക്കുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പം ഇതിൽ നിന്ന് വരുത്തുമ്പോഴത്തേനും എങ്ങനെയാണെന്ന് അറിയാതെ ഇപ്പം അവൻ ഇട്ടേക്കുന്ന ഞാൻ ഇക്കറി പറഞ്ഞ പോലെ മീഷോയിൽ ഞാൻ മേടിച്ചത്. പക്ഷെ അത് നോക്കിയിട്ട് അവിടുത്തെ സൈസൊന്നും കിടപ്പില്ല. പിന്നെ ഞാൻ അതിൽ നമുക്ക് വേസ്റ്റ് അളവും ഒക്കെ കിടപ്പുണ്ട്. അപ്പോഴത്തേനും ഒന്ന് അളന്ന് നോക്കുക. അളവ് നോക്കി ഏകദേശം ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് പല പ്രാവശ്യം എന്നല്ല ഞാൻ എന്നെടുത്താലും ഇതിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേനുമല്ലോ സൈസ് വ്യത്യാസം വരുവേ. പിന്നെ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈസ് ചിലപ്പോൾ ഒന്ന് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കുറവായിരിക്കും. അങ്ങനെ എല്ലാ പ്രാവശ്യം കിട്ടാറുള്ളത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ദേണ്ട അവനെ ഞാൻ കുളിപ്പിച്ച്. ആദ്യക്കൂട്ടം കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനേ കുളിച്ചുള്ളായിരുന്നു. അപ്പോൾ പിന്നെ അവനെയും കുളിപ്പിച്ചിട്ട് അവൻ രാവിലെ എടുത്ത് ഞാൻ പറഞ്ഞില്ല കഴിച്ചില്ലായിരുന്നേ, ഇച്ചിരി എങ്ങാണ്ടോ കഴിച്ചിട്ടുള്ളായിരുന്നേ. അപ്പോൾ പിന്നെ ദേണ്ട കുളിച്ചിട്ട് അവനെ ഞാൻ ബലത്തിൽ ഇരുത്തി കൊടുക്കുക കേട്ടോ. അപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ ആദ്യക്കൂട്ടിനെ ഇച്ചിരി ചട്ടം പഠിപ്പിക്കുന്നതാണ്. എന്നാന്ന് വെച്ചാൽ ആ ലോറി അതിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ഇതുപോലെ സെറ്റിയുടെ മണ്ടേ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ അതിൻ്റെ താഴെ ഇരുന്നിട്ട് ആ തുണിയിലെങ്ങാണ്ടോ പിടിച്ച് വലിച്ചപ്പോൾ നേരെ കാലയിലോട്ടെങ്ങാണ്ടോ വീണു. അപ്പോൾ ഈ വെയിറ്റ് ഉള്ള ഇതൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ വെക്കല്ലെന്നും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കറിയാം കുഞ്ഞു പിള്ളേരാ, അവർ പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവനോട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തിയിടലെന്നും എല്ലാം എപ്പോഴും ഇങ്ങനെ പറയും. എന്നിട്ട് ഞാനിതുപോലെ കുറേ എല്ലാം പിറക്കി മാറ്റി വെക്കും കേട്ടോ.
അവനോട് പറഞ്ഞാലും അവനൊരു കോമഡി പോലെ എടുക്കത്തുള്ളൂ, അവന് അറിയത്തില്ലല്ലോ കുഞ്ഞായോണ്ടേ. അപ്പോൾ എനിക്കറിയാം, എന്നാലും നമ്മൾ കുഞ്ഞു പിള്ളേർ നമ്മൾ പറയുമ്പോൾ ഇത്രയൊക്കെ അവർക്ക് മനസ്സിലാവത്തുള്ളൂ, അവർ ചെയ്യാനുള്ളത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും നമ്മൾ കൂടുതൽ പെർഫെക്ഷൻ ഒന്നും വന്നില്ലെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും, അതേ ഇപ്പം നടക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും അതെല്ലാം കുറച്ച് അവിടെ എല്ലാം ഒന്ന് പിറക്കി മാറ്റി. ഇച്ചിരി കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവിടെ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമേ. പിന്നെ ഞാൻ നേരെ തേണ്ടെന്നാൽ ഇച്ചിരി വൻപയർ തോരൻ വെക്കാമെന്ന് ഓർത്തിട്ട് വന്നു. ഈ ചെറുപയറായിരുന്നു കഴിഞ്ഞ ദിവസവും. പിന്നെ ചെറുപയർ എനിക്ക് പറഞ്ഞ പോലെ പുഴുങ്ങിയിട്ട് ഞാൻ വലിയ ഇഷ്ടം, ഇങ്ങനെ തോരനാക്കുന്നത് വലിയ താല്പര്യമില്ല. ആ വൻപയർ ആകുമ്പോഴത്തേനും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വൻപയർ വെച്ചേ. പിന്നെ വേണ്ട ഈ മിക്സർ നമ്മൾ അന്ന് മേടിച്ച ആ ഗാർലിക് മിക്സറാണ്, അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറച്ച് കഴിച്ചു. പിന്നെ ആ ഇതിട്ട് വെച്ച കുപ്പിയുണ്ടല്ലോ, നമ്മുടെ ആ ചെറുപയർ വൻപയർ ഇട്ട് വെച്ച കുപ്പിയെ, അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്നും കൂടെ മേടിച്ചായിരുന്നേ. അത് നല്ല ബോട്ടിലാട്ടോ, അത് ഒരുപോലത്തെ സെറ്റായിട്ടൊരു 14 12 അത്രങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അത് നല്ലതാണ്, എല്ലാം ഇങ്ങനെ അടുക്കി അടുക്കിയിട്ട് വെക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ അതേണ്ടതുപോലെ അവനോട് ചോദിച്ചപ്പോഴത്തേനും അവന് മിക്സർ വേണ്ട. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ കഴിക്കാതെ നല്ല, എന്നാലും ഞാൻ പറഞ്ഞ പോലെ കഴിക്കുമ്പോഴത്തേനും വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഞാൻ പിന്നെ വൻപയർ പറഞ്ഞ പോലെ ഇച്ചിരി കുതിർത്ത് വെച്ചതാണ്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുന്നതാണല്ലോ വൻപയർ നല്ലത്. അപ്പോൾ ഗ്യാസിന് ലാഭിക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ നേരെ അതിൻ്റെ ചമ്മന്തിയൊക്കെ എടുത്ത് ഒന്ന് കോരി വെച്ച്, പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആ മോരുകറി, അന്ന് അമ്മ തന്നുവിട്ട മോരുകറിയാണ്, അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും എടുത്ത് തണുപ്പ് മാറാനായിട്ട് ഒന്ന് വെളിയിലോട്ട് വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചോറ് ഉച്ചയ്ക്ക് വേണ്ട, ആദ്യമായിട്ട് ചോദിച്ചപ്പോഴത്തേനും അവന് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്താണേലും വേണ്ട. അങ്ങനെ വേണ്ട അതെല്ലാം കോരി വെച്ചു. പിന്നെ ഈ പാത്രം ഇതുപോലെ നമുക്കുണ്ടല്ലോ, പണ്ട് ഗുഡ് ഡേ ആയിരുന്നോ മോംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ കിട്ടുന്നതായിരുന്നു ഒരിടയ്ക്കൊക്കെ. അതെൻ്റെ കയ്യിൽ പറഞ്ഞ പോലെ കുറേ എണ്ണം ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ പാത്രം ഒന്നും കളയത്തില്ല. പിന്നെ അത് നല്ല പാത്രമാണ് കേട്ടോ, അത് മൈക്രോവേവ് യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രമെന്നാണ് പറഞ്ഞേക്കുന്നത്. അറിയത്തില്ല, എന്തായാലും ഞാനിങ്ങനെ തണുത്ത സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാവരും വീട്ടിൽ കാണുമായിരിക്കുമല്ലോ അല്ലേ, ഒരിടയ്ക്കെല്ലാം ബിസ്ക്കറ്റിൻ്റെ കൂടെ കിട്ടുന്നതായിരുന്നുകൊണ്ട്. പിന്നെ ഞാൻ ഇതേണ്ട കുറേ തുണി പിറക്കിക്കൊണ്ടുവന്ന്, കുറേ ഉണ്ട് കേട്ടോ, 2 ദിവസത്തെ തുണിയാണ് ഇത് മടക്കാനുള്ളത്. ഈ തുണിയൊക്കെ ഞാൻ അന്നൊന്ന് മടക്കിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം എനിക്ക് ഒന്നിനും സമയവും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാം കൂടെ കൂട്ടി വെച്ച് 2 ദിവസത്തെ ഇനിയിപ്പം ഇടാനായിട്ട് ഇടയില്ല, എല്ലാം കൂടെ മടക്കി വെച്ചില്ലേ കൊണ്ടുവന്ന് വാരി വലിച്ചിടാൻ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വേണ്ട മടക്കി വെക്കുക. അപ്പോൾ ആദ്യക്കൂട്ടനെ അവിടെ ഇരിപ്പുണ്ട്, അവൻ എന്നോട് ഏണ്ടെല്ലാം പറഞ്ഞു, അവനീ പറഞ്ഞ പോലെ ഞാൻ നടക്കുന്ന പുറകെ നടക്കുവേ. ഇപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേനും ചവിട്ടിയെ വന്നിരിക്കുക കേട്ടോ. അവൻ്റെ കാര്യം അങ്ങനെയാണ്, തന്നെ ഇരിക്കാൻ പേടിയുമാണ്. പിന്നെ ഈ ആൺപിള്ളേരൊക്കെ ഇങ്ങനെയാണല്ലോ, എപ്പോഴും ഇങ്ങനെ അമ്മയുടെ പുറകെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അമ്മയുടെ പുറകെ ആയിരുന്നു കേട്ടോ, അതുപോലെ ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേണ്ട ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം അന്നത്തേത് അതും തീർന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഞാൻ വലിയൊരു അബദ്ധം കാണിച്ചിട്ട് ഇപ്പോൾ ശരിയായതാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ച് ഐസ്ക്രീം ഇരുന്ന കാര്യം മറന്നുപോയിട്ട്, അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേനും ഐസ്ക്രീം നല്ല വെള്ളം പോലെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതായാലും ശരിയായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമെന്ന് ഓർത്ത് ഏതായാലും ഞാൻ കഴിക്കാനെടുത്തു. അപ്പോൾ ആദ്യക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ കോൾ വിളിക്കുന്നത് അമ്മയാട്ടോ, അമ്മയും അച്ഛനും ഒക്കെ ഉച്ചയാകുമ്പോഴത്തേനും വിളിക്കും. ഈ പറഞ്ഞ പോലെ അച്ഛൻ കടയിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന നേരം ആകുമ്പോഴത്തേനും അച്ഛൻ വിളിക്കും. പിന്നെ അച്ഛൻ കുറച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചേക്കും. അപ്പം ഞാനും അമ്മയും കൂടെ പിന്നെ അതേ കുറേ നേരം ഇങ്ങനെ കത്തി വെക്കും. ഇത് ഒത്തിരി നമുക്ക് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. അതിപ്പം എത്ര നേരം ഞാനാണെങ്കിൽ രാവിലെ ഒന്ന് വിളിക്കും, പിന്നെ അച്ഛൻ ഇതുപോലെ വരുമ്പോൾ ഉച്ചയ്ക്ക് വിളിക്കും, പിന്നെ ഞാൻ വൈകിട്ട് ഇതുപോലെ അമ്മയെ വിളിക്കും. അപ്പം ദിവസം 2-3 തവണ ഗുളിക കഴിക്കുന്ന പോലെ വിളിയുണ്ട്. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ അതേ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ കഞ്ഞിയൊക്കെ അപ്പോഴത്തേനും ആയായിരുന്നേ, ചോറ് ഞങ്ങൾ കഴിക്കുന്നില്ലെങ്കിലും ചോറ് പറഞ്ഞ പോലെ ആയി. അപ്പം ഞാൻ അതെല്ലാം അങ്ങ് ഊറ്റി വെച്ചു. പിന്നെ കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേനും ഉണ്ടല്ലോ പയറൊട്ടും വെന്തിട്ടില്ലായിരുന്നേ, അത് പറഞ്ഞ പോലെ കല്ല് പോലെ ഇരിക്കുക. പിന്നെ അത് അടച്ചു വെച്ച് ഞാൻ ഒന്നുകൂടെ വേവിച്ചു. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഉച്ചയ്ക്ക് ദോശയാണ്, അതുകൊണ്ട് ഇനിയിപ്പം ഇതിച്ചിരി താമസിച്ച് വന്നാലും കുഴപ്പമില്ല. അപ്പം ഞാനൊരു പീസ് എടുത്ത് കടിച്ചു നോക്കിയതാണ്, അപ്പോൾ അതേതായാലും വെന്തിട്ടില്ല. അപ്പം ഇനി ഞങ്ങൾക്കുള്ള ദോശ ചുടാൻ പോവാം. അപ്പം അമ്മ കോള് വെച്ചു. അപ്പം അമ്മ അവിടെ ഇരുന്നോട് പറയുന്നുണ്ടായിരുന്നു, ഈ ചോറുണ്ണാനുള്ളതിന് വല്ല പച്ചക്കറിയും കൂട്ടാനുള്ളതിന് ഇതും കഴിച്ചുകൊണ്ടിരുന്നോളാനൊക്കെ പറയുമായിരുന്നു. അപ്പം നേരത്തെ കുഞ്ഞിലെയാണെങ്കിൽ ഞാനുണ്ടല്ലോ ഒട്ടും പച്ചക്കറി ഐറ്റവും പയറുവർഗ്ഗം ഒന്നും കൂട്ടത്തില്ലാത്ത ആളായിരുന്നു. ഞാനിങ്ങനെ മെലിഞ്ഞായിരുന്നു കുഞ്ഞിലെ ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു പ്രായമായപ്പോഴത്തേനും അപ്പം നമ്മൾ ഈ കുഞ്ഞിലെ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും പിള്ളേരിങ്ങനെ കളിയാക്കുമായിരുന്നേ, വണ്ണം ഇല്ല എന്നുള്ളൊരു പേരിൽ. അപ്പോൾ അതുപോലെ ആൾക്കാരൊക്കെ ആണെങ്കിലും അമ്മ വീട്ടിലൊക്കെ
ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേനും 8 പഠിക്കുമ്പോൾ ചോദിക്കും 5-ലാണോ എന്ന്. അങ്ങനെ ഓരോ ക്ലാസ്സിലും പഠിക്കുമ്പോൾ അതിൻ്റെ കൊച്ചു ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്നേ കാണുന്നവരോർക്ക് ചോദിക്കുള്ളായിരുന്നു. അപ്പോൾ ഒരു പ്രായമായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം പിന്നെ എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിലും ചോറാണേലും എനിക്ക് പറഞ്ഞ പോലെ ഇഷ്ടം ഇല്ലാഞ്ഞൊരു സാധനം കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും പലഹാരം, ദോശയോ അങ്ങനത്തെയൊക്കെ ആയിരുന്നു എനിക്ക് താല്പര്യം. അപ്പം ഈ കളിയാക്കും, എല്ലാവരും ഇങ്ങനെ കളിയാക്കുമ്പോഴത്തേനും ഒരു പ്രായമാകുമ്പോഴത്തേനും നമുക്കതൊരു ഫീൽ ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പം എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിലും ചോറ് ഇരുന്ന് തള്ളി കയറ്റി കഴിക്കുമായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും 4 മണിക്കും ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. അയ്യോ, അതൊക്കെ ഒരു സമയം. അതെനിക്ക് വേണ്ടേലും ഞാൻ കഴിച്ച് ആ സമയത്ത് ഞാൻ ഇച്ചിരി ഒരു മാറ്റം വെച്ച കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ആദ്യക്കുട്ടൻ ഈ പറഞ്ഞ പോലെ ചോറ് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ വഴക്ക് പറഞ്ഞാലും നമ്മുടെയൊക്കെ സ്വഭാവമാണല്ലോ നമ്മുടെ പിള്ളേരും കാണിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ദോശയും പിന്നെ ഇച്ചിരി കടലക്കറി ഉണ്ടായിരുന്നേ, അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഞാൻ അതും അങ്ങ് നീട്ടിയെടുത്ത് അങ്ങനെ ദോശയും കടലക്കറിയും ചമ്മന്തിയും കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യക്കുട്ടൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോഴത്തേനും അച്ഛൻ്റെ കയ്യിൽ ഈ കടയിലെ QR കോഡില്ലേ, അത് കണ്ടപ്പോഴത്തേനും അവൻ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം. അപ്പം അച്ഛൻ ഇതുപോലെ പത്രത്തേന്ന് കാണിച്ചു തന്നു. പത്രത്തിൻ്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതായിരുന്നേ, ഇതുപോലെ ആക്കി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഉച്ചയായപ്പോഴത്തേനും അത് ഓർത്ത് പിടിച്ച് വന്ന് അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ ഈ M4 മാരി ഇല്ലേ, അതിൻ്റെ ഒരു QR കോഡാണ്. അപ്പോൾ അത് ഇതുപോലെ ഒരു കട്ടി പേപ്പറിലോ ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുവാണേ. അപ്പൂസ് എന്നാട്ടോ എൻ്റെ അച്ഛനെ വിളിക്കുന്നത്. അപ്പൂസിൻ്റെ കടയിലെ പോലത്തെയാണെന്നും പറഞ്ഞുകൊണ്ട്. ഇവനാണെങ്കിൽ അപ്പൂസിനെ അച്ചച്ചനെയൊക്കെ ആട്ടോ കോപ്പി അടിക്കുന്നത്. മുടി വെട്ടുന്നത്, ചെരുപ്പ് എല്ലാം ഇവന് വലിയ ഇഷ്ടമാണ്, അവരെ പോലൊക്കെ. അങ്ങനെ അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു പേപ്പറിൽ ഒട്ടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. പാതിക്ക് സമാധാനമായിട്ടുണ്ട്. അത് അന്ന് തുടങ്ങിയത്, അത് കണ്ടപ്പോൾ തൊട്ട്. കടയിലെ സാധനം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഏതായാലും അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനും ആനക്കുട്ടനും കൂടെ കുറേ നേരമൊക്കെ ഇരുന്ന് കളിക്കും, പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ബൈ.